നമ്മൾ പത്തനംതിട്ടയിലേക്ക് ഒന്ന് പോവുകയാണ്. പത്തനംതിട്ട ഇളമണ്ണൂരിൽ പിരിവ് കുറഞ്ഞതിന് ക്ലബ്ബ് ഭാരവാഹികൾ സ്ഥാപന ഉടമയെ മർദ്ദിച്ചു എന്ന് പരാതി. KM വുഡ് പ്രോഡക്ട്സ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയ്ക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ CPIM പ്രവർത്തകരായ 3 പേർ പിടിയിലായി. കണ്ടാൽ അറിയാവുന്ന 7 പേർക്കെതിരെയും കേസുണ്ട്. ഷിജോ കുര്യനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്ന്. ഷിജോ, ഗുഡ് മോർണിംഗ്. വലിയ കഷ്ടമാണ്. എത്രയാണ് കൊടുക്കാൻ പറ്റുന്നത് അത്രയും വാങ്ങിച്ചുകൊണ്ട് പോവുക എന്നതിലുപരിയായി അതിന് പിന്നെ ഒരു തർക്കം, ഇത്ര തുക വേണം എന്ന് പറയുന്നു. എന്താ അവിടെ സംഭവിച്ചത്? നല്ല ഒന്നാം തരം ഗുണ്ടായുസമാണേ ഷിജോ. ക്രിസ്റ്റീന, ഹാഷ്മി, ഗുഡ് മോർണിംഗ്. പത്തനംതിട്ട അടൂർ ഇളമണ്ണൂരിലാണ് ക്ഷേത്രത്തിന്റെ പിരിവിന് വേണ്ടി ക്ലബ്ബ് ഭാരവാഹികൾ ഒരു സ്ഥാപനത്തിൽ എത്തുകയും അവിടുന്ന് 50,000 രൂപ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. എന്നാൽ അത് നൽകാൻ കഴിയില്ല എന്ന് സ്ഥാപന ഉടമ അറിയിച്ചു. അതിന് പിന്നാലെ 10,000 രൂപയുടെ റെസിപ്റ്റ് എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. അതും നൽകാൻ കഴിയില്ല എന്ന് അറിയിച്ചു. അതിന് പിന്നാലെയാണ് സ്ഥാപന ഉടമയ്ക്കും മാനേജർക്കും ക്രൂരമായ മർദ്ദനമേറ്റത്. ഇന്നലെ ഉച്ചയ്ക്ക് 3:30 കൂടിയായിരുന്നു സംഭവം. ഈ സംഭവത്തിൽ ഇപ്പോൾ 3 CPM DYFI പ്രവർത്തകർ അറസ്റ്റിലായിട്ടുണ്ട്. കണ്ടലറിയാവുന്ന 7 പേർക്കെതിരെയും അടൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇളമണ്ണൂരിൽ KM വുഡ് പ്രോഡക്ട്സ് എന്ന സ്ഥാപനം നടത്തുന്ന സ്ഥാപന ഉടമയ്ക്കാണ് ക്ലബിന്റെ പേരിൽ പണപ്പിരിവിനെത്തിയ പ്രവർത്തകരിൽ നിന്ന് മർദ്ദനമേൽക്കേണ്ടി വന്നത്. ഹാഷ്മി, ഇതെന്ത് കഷ്ടമാണ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ എത്ര രൂപ കൊടുക്കണമെന്ന് കടയുടമയുടെ തീരുമാനമല്ലേ. നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത് 50,000 രൂപ ചോദിച്ചാൽ 50,000 കൊടുക്കണം എന്ന് നിയമമൊന്നും ഇല്ലല്ലോ. ഉള്ളത് മേടിച്ചുകൊണ്ട് പോവുക എന്നതിനപ്പുറം ഇടിക്കുക, എന്നിട്ട് മാരകമായ മർദ്ദനം, ചാടി അടി, എന്താ ആ മുണ്ടുമട കുത്തി ചേട്ടൻ ചാടി അടിക്കുന്നൊക്കെ ഉണ്ട്. മാത്രമല്ല ഷിജോ, ഈ 50,000 രൂപ ഉണ്ടാക്കണമെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് അറിയണമെങ്കിൽ ഈ 50,000 രൂപ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടിയ ഒരു സംരംഭമൊക്കെ തുടങ്ങണം. അതറിയണമെങ്കിൽ എന്നേ പറയാനുള്ളൂ. അതെ കൃഷ്ണൻ, അങ്ങനെ തന്നെയാണ്. ഇതിനകത്ത് ഈ സ്ഥാപന ഉടമയ്ക്ക് മർദ്ദനം ഏൽക്കേണ്ടി വന്നു, അസഭ്യം കേൾക്കേണ്ടി വന്നു. അത് മാത്രവുമല്ല, ആ സ്ഥാപനത്തിന് കേടുപാടുകളും ഉണ്ടായിട്ടുണ്ട്. ഏകദേശം പോലീസിന്റെ FIR പ്രകാരം 10 ലക്ഷം രൂപയുടെ നാശനഷ്ടം ആ സ്ഥാപനത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അടൂർ പോലീസിന്റെ FIRൽ പറയുന്നത്. 3 പേർ അറസ്റ്റിലായിട്ടുണ്ട്. അവർ പ്രദേശത്തെ CPM DYFI പ്രവർത്തകരാണ്. കണ്ടാൽ അറിയാവുന്ന 7 പേർക്കെതിരെയും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇതിനകത്ത് ക്ഷേത്രത്തിന്റെ പിരിവിന് വേണ്ടി റെഡ് ചില്ലീസ് എന്ന് പറയുന്ന ഒരു ക്ലബിന്റെ ഭാരവാഹികളാണ് പിരിവിന് വേണ്ടി എത്തുന്നത്. അപ്പോൾ സമീപത്തെ ക്ലബ് ക്ഷേത്രത്തിലെ ഉത്സവമാണ്. അപ്പോൾ ഈ റെഡ് ചില്ലീസ് എന്ന് പറയുന്ന ക്ലബ്ബ് അവിടെ കെട്ടുരുപ്പടികൾ ഈ ഉത്സവത്തിന്റെ ഭാഗമായി കൊണ്ടുപോകുന്നു. അതിന് 50,000 രൂപയുടെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്ഥാപനത്തെ സമീപിക്കുന്നു. അത് നൽകാൻ കഴിയില്ല എന്ന് പറയുന്നു. സ്ഥാപന ഉടമ അതിനുടനെ 10,000 രൂപയുടെ റെസിപ്റ്റാണ് എഴുതി കൊടുക്കുന്നത്. അതും നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഈ ക്രൂരമായ മർദ്ദനവും അസഭ്യം വിളിയും കേൾക്കേണ്ടി വന്നത്. എന്തായാലും സ്ഥാപന ഉടമയ്ക്ക് മർദ്ദനം ഏൽക്കേണ്ടി വന്നതിനപ്പുറത്തേക്ക് 10 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായെന്നും പോലീസ് FIRൽ പറയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.